ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ലഞ്ചൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ 1 അവറും കൂടി ഉള്ള ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഈസി ആയിട്ട് ഒരു നാടൻ ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പാവയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു സവാള, 2 പച്ചമുളക്. ഇനി ഇതെല്ലാം നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ പാവയ്ക്ക റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നന്നായിട്ട് ക്ലീനാക്കി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഈ പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് സാധാരണ അങ്ങനെ മൂടി വയ്ക്കുന്നത് ഇഷ്ടമല്ല. ഈ പാവയ്ക്ക റോസ്റ്റ് ചെയ്യുമ്പോൾ പാവയ്ക്ക നന്നായിട്ട് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് റോസ്റ്റായി വരുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. പിന്നെ പാവയ്ക്കൊന്ന് കുക്കായി വന്ന സമയത്ത് അതിനകത്തോട്ട് ഞാൻ സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തു. അതുപോലെ പച്ചമുളക് കറിവേപ്പിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം കൂടി തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തു. അപ്പോൾ ദേ നമ്മുടെ ഇവിടെ പാവയ്ക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കേണ്ടത്, നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ അനൂപേട്ടനാണ് ചിരകി തരുന്നത്. എനിക്ക് തേങ്ങ ചിരകാനായിട്ട് ഭയങ്കര മടിയാണ്. അപ്പോൾ തേങ്ങ ചിരകിയത്, പിന്നെ അതുപോലെ വറ്റൽമുളക്, അതുപോലെ ഉള്ളി, പിന്നെന്താണ് കറിവേപ്പില, ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളി, ഇവിടെ വാളംപുളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതെല്ലാനും ഒരു വെളിച്ചെണ്ണയിൽ ഒരു പാനിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതെല്ലാനും കൂടെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തു. ഭയങ്കരമായിട്ട് ഇങ്ങനെ അരഞ്ഞു പോകണ്ട, വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ ഇവിടെ നമ്മുടെ അടിപൊളി തേങ്ങാ ചമ്മന്തി, പുളിയൊക്കെ നമ്മുടെ വാളംപുളിയൊക്കെ ഇട്ടുണ്ടാക്കി നല്ല അടിപൊളി തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല രസമില്ലേ? പിന്നെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മോരുകറിയാണിത്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, ഉലുവയിട്ടു, പിന്നെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ നന്നായിട്ട് തൈരില്ലേ, തൈര് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് അതും കൂടിയും അതിനകത്തോട്ട് ഇട്ട് കൊടുത്തപ്പോഴേക്കും നമ്മുടെ അടിപൊളി കുറുകിയ മോരുകറി അവിടെ റെഡി ആയിട്ടുണ്ട്. വേറെ പച്ചക്കറി കഷ്ണങ്ങളൊന്നും വേണ്ട അതിന്. പിന്നെ നമുക്ക് മുട്ട പൊരിച്ചാലോ? ഒരു മുട്ട പൊരിച്ചതില്ലാതെ എന്ത് നാടിനോണല്ലേ. അപ്പോൾ ഞാൻ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പൊട്ടിച്ച് ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഞാൻ ഇന്ന് പച്ചമുളകല്ല ഇടുന്നത്, നമ്മുടെ ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും ഉപ്പും, അതുപോലെ ഒരു 2-3 നമ്മുടെ കുഞ്ഞുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. എപ്പോഴും പച്ചമുളക് ഇട്ടിട്ട് ഉണ്ടാക്കാറ് മിക്കപ്പോഴും. അപ്പോൾ ഇന്നിപ്പോൾ മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ മുട്ട മിക്സ് ആഡ് ചെയ്തിട്ട് മുട്ട പൊരിച്ചെടുത്തു. എങ്ങനെയുണ്ട്? ആർക്കെങ്കിലും ഇപ്പോൾ മുട്ട പൊരിച്ചത് കഴിക്കാൻ വേണ്ടിയിട്ട് കൊതിയാവുന്നുണ്ടോ? അപ്പോഴേ നമ്മുടെ അടിപൊളിയായിട്ട് മുട്ട പൊരിച്ചത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്, പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്, മോരുകറി, പിന്നെ നമ്മുടെ ഓംലെറ്റ്, അതുപോലെ നമ്മുടെ അടിപൊളി തേങ്ങാ ചമ്മന്തിയും, പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഫിഷും കൂടി ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിവിടെ നമ്മുടെ മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ? പിന്നെ ഒരു മാങ്ങാച്ചാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മാങ്ങാച്ചാറും കൂടി എടുത്തപ്പോഴേക്കും ഇന്നത്തെ ലഞ്ച് കുശാൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.